നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം ജനങ്ങളിലെത്തിക്കാൻ പാലക്കാട് നഗരസഭാ മാതൃകയിൽ ഭരണസമിതികൾ കേരളം മുഴുവൻ നിലവിൽ വരണമെന്ന് ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. മൂന്നാം തവണയും പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്നതിൽ സംശയമില്ല. പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ നടത്തിയ അമൃത് നഗരവികസന യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ. സുരേന്ദ്രൻ. 10 വർഷക്കാലത്തെ പാലക്കാട് നഗരസഭയുടെ വികസനം വിളിച്ചോതിക്കൊണ്ടാണ് മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ എമ്മിന്റെ നേതൃത്വത്തിൽ അമൃത് നഗരവികസന യാത്ര നടത്തിയത്. മണപ്പുള്ളിക്കാവിൽ നിന്ന് ആരംഭിച്ച യാത്ര ഒലവക്കോട് ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന സമ്മേളനം ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരസഭയിൽ മൂന്നാം തവണയും ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്നതിൽ സംശയമില്ലെന്നും ഏറ്റവും ഒടുവിൽ വലിയങ്ങാടി നവീകരണത്തിന് 140 കോടി രൂപയും അമൃത പദ്ധതിയിൽ 300 കോടി രൂപയും ഉൾപ്പെടെ വലിയ പരിഗണനയാണ് കേന്ദ്ര സർക്കാർ പാലക്കാട് നഗരത്തിന് നൽകിയിട്ടുള്ളതെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് മാതൃകയിൽ കേരളം മുഴുവൻ ഭരണസമിതികൾ വരണം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വളരെ ഭാവാത്മകമായ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു സന്ദേശം അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA ജനങ്ങളെ സമീപിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ശരിയായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാവണമെങ്കിൽ ബി.ജെ.പി. NDA ഭരണസമിതികൾ പാലക്കാട് നഗരസഭ മാതൃകയിൽ സംസ്ഥാനത്തെല്ലായിടത്തും ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. പാലക്കാട് കഴിഞ്ഞ 10 വർഷമായി ബി.ജെ.പി. അധികാരത്തിലാണ്. മൂന്നാം തവണയും വലിയ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് അധികാരം സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിലും ഇവിടെ ആർക്കും തന്നെ തർക്കമുണ്ടാവുകയില്ല. കേരളത്തിലുടനീളം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളും ധനസഹായവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ LDFും UDFും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്തുഞെരിച്ചു കൊല്ലുന്നു. വലിയ മതേതരത്തെക്കുറിച്ച് സംസാരിക്കുന്ന LDFും UDFും ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും PDPയെയും കൂട്ടുപിടിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെല്ലാം ജാതിയും മതവും നോക്കിയ കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും സ്വാധീനമാണ്. വലിയ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മറ്റ് കൗൺസിലർമാരും ജില്ലാ മണ്ഡലം നേതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. ജനം, പാലക്കാട്. ഇടവേള.